മംഗല്യം ഭാഗം 2. കൂടുതലൊന്നും നീ ഇനി പറയില്ലേ ജാനി. അതാ എൻ്റെ ACP ഏട്ടൻ ജഗന്നാഥ് വർമ്മ. നീ ഇതിനു മുമ്പ് ഏട്ടനെ കണ്ടിട്ടില്ലല്ലോ. പെട്ടെന്ന് ജാനിയുടെ മുഖം മാറി. അറിയാത്തവൾ ഉമിനീരിറക്കി. മിഥു, ഇതാണോ നിന്റെ ഏട്ടൻ? ആടി, എന്തു പറ്റി? പൊന്നുമോളെ, ഇതിൽ കൂടുതൽ ഇനിയൊന്നും പറ്റാനില്ല. നീ ഒന്ന് തെളിച്ചു പറ ജാനി. അത് ചോദിക്കുമ്പോൾ എന്താണ് കാര്യമെന്നറിയാൻ ഒരു ആകാംക്ഷയായിരുന്നു മിഥുവിൻ്റെ മുഖത്ത് തെളിഞ്ഞു നിന്നത്. എന്നാൽ ഉള്ളിൽ തിളച്ചു മറിഞ്ഞ ദേഷ്യം നിയന്ത്രിക്കാൻ ജഗൻ മുഷ്ടി ചുരുട്ടിപ്പിടിച്ചു. ജാനി ദേഷ്യത്തോടെ നോക്കുന്നതോടൊപ്പം തന്നെ അവൻ്റെ മിഴികൾ ഇടയ്ക്കിടയ്ക്ക് മിഥുവിനെയും നോക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മിഥുവിന് മനസ്സിലായി ഇങ്ങോട്ട് വരും വഴി അവർ തമ്മിൽ കണ്ടിട്ടുണ്ടെന്ന്. ജഗൻ്റെ ദേഷ്യം വെച്ച് വേണമെങ്കിൽ ജാനിയെ ഈ നിമിഷം തൂക്കി വെളിയിൽ കളയാനും മടിക്കില്ല. മിഥു കണ്ണു ചുരുക്കി അവനോട് സോറി പറയാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. ജഗനാണെങ്കിൽ അതൊന്നും കണ്ട ഭാവം പോലും നടിക്കുന്നില്ല. എന്തായാലും നമ്മൾ കാത്തിരുന്ന ആളെത്തിയല്ലോ, നമുക്ക് കേക്ക് കട്ട് ചെയ്യാം. ഇപ്പം തന്നെ ഊണിനുള്ള സമയമാവുന്നു. രാമനാഥൻ അത് പറഞ്ഞതോടെ എല്ലാവരും അകത്തേക്ക് കയറി. ഏറ്റവും പിന്നാലെ മിഥുവിനൊപ്പം വരുവാണ് ജാനി. ജഗൻ എല്ലാവരും അകത്തേക്ക് കയറിയിട്ടും അകത്തേക്ക് പോകാതെ അവിടെ തന്നെ നിൽക്കുന്ന കണ്ടപ്പോൾ മിഥു ചെറുതായൊന്നും പരിങ്ങിയെങ്കിലും ജാനി അവനെ വകവയ്ക്കാതെ മുന്നോട്ട് നടന്നു. പിന്നാലെ പോകാൻ തുടങ്ങിയ മിഥു ജഗന്റെ ഒറ്റ വിളിയിൽ അവിടെ തന്നെ നിന്നു. മിഥു, എന്താ ഏട്ടാ? അല്പം പരിങ്ങലോടെയാണ് മിഥു ജഗനോട് സംസാരിച്ചത്. നിന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, കൂട്ടുകൂടുമ്പോൾ നല്ല കുട്ടികളുമായി കൂടണമെന്ന്. പെട്ടെന്ന് ജഗന്റെ നാവിൽ നിന്ന് അങ്ങനെ കേട്ടപ്പോൾ ജാനിക്ക് മനസ്സിലായി അവൻ തന്നെ ഉദ്ദേശിച്ചാണ് അങ്ങനെ പറഞ്ഞതെന്ന്. ജാനിയുടെ സ്വഭാവം വെച്ച് അവൾ ജഗനോട് എന്തെങ്കിലും തർക്കുത്തരം പറയുമെന്ന് മിഥുവിന് ഉറപ്പായതുകൊണ്ട് തന്നെ മിഥു ജഗനോട് ഒന്നും മിണ്ടാതെ ജാനിയുടെ കയ്യും വലിച്ച് ധൃതിയിൽ അകത്തേക്ക് നടന്നു. ആൾക്കൂട്ടത്തിനിടയിൽ വെച്ച് അവൻ ജാനിയെ ഒന്നും പറയില്ല എന്നുള്ള വിശ്വാസത്തിന്മേലാണ് മിഥു അങ്ങനെ ചെയ്തത്. പിന്നീട് അമ്മൂമ്മ കേക്കൊക്കെ കട്ട് ചെയ്തു. അവരെല്ലാവരും ചുറ്റുനിന്ന് ഹാപ്പി ബർത്ത്ഡേ പാടി. എല്ലാവരും കേക്കൊക്കെ കഴിച്ച ശേഷം സദ്യ കഴിക്കാനായിരുന്നു. അമ്മൂമ്മയും അപ്പൂപ്പനും മാത്രം കസേരയിൽ, ബാക്കിയുള്ളവരെല്ലാവരും പായിട്ട് നിലത്ത്. ജാനിക്കതെല്ലാം ആദ്യത്തെ എക്സ്പീരിയൻസ് ആയിരുന്നു. അതിൻ്റെ പൂർണ്ണ സന്തോഷം അവളുടെ മുഖത്ത് തെളിഞ്ഞു കാണാൻ കഴിയുമായിരുന്നു. ഭക്ഷണം കഴിക്കാനായി മിഥുവും ജാനിയും അടുത്തടുത്തായിട്ടാണ് ഇരുന്നത്. പെണ്ണുങ്ങളെല്ലാം കഴിക്കാനിരുന്നു, ആണുങ്ങൾ വിളമ്പാനും നിന്നു. ജഗനാണ് ചോറ് വിളമ്പാൻ നിന്നത്. എല്ലാവർക്കും വിളമ്പുന്നതിനേക്കാൾ കൂടുതൽ ചോറ് അവൻ ജാനിയുടെ ഇലയിൽ വിളമ്പി. ബാക്കിയുള്ളവരാരും അത് ശ്രദ്ധിച്ചതുമില്ലായിരുന്നു. ജാനി മുഖം ചൊളിച്ച് മിഥുവിനെ നോക്കി. മിഥു പറഞ്ഞ് ജാനിക്കറിയാം മാണിക്യമംഗലത്ത് ആർക്കും ഭക്ഷണം കളയുന്നത് ഇഷ്ടമല്ലെന്ന്. ജാനിയുടെ മുഖം കണ്ടതും മിഥു അവളെ നോക്കി. ഇങ്ങനെ എന്ത് പരിപാടിയാണ് കാണിച്ച്? ഇത്രയും ഞാൻ ഇങ്ങനെ കഴിക്കൂടി? സോറി ജാനി, ഏട്ടൻ ഇങ്ങനെയൊക്കെ കാണിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. നിനക്ക് ആവശ്യമുള്ളത് കഴിച്ചാൽ മതി, ബാക്കി നമുക്ക് എന്തേലും ചെയ്യാം. മിഥു രഹസ്യം പോലെ അത് ജാൻവിയോട് പറഞ്ഞു. എല്ലാവരും കഴിച്ചെഴുന്നേറ്റിട്ടും ജാനി അവിടെ തന്നെയായിരുന്നു. പൊതുവെ ഭക്ഷണം കഴിക്കാൻ അവൾക്ക് അല്പം താമസമാണ്. അതിൻ്റെ കൂടി ഇതും കൂടി ആയപ്പോൾ ഒടുക്കം പെണ്ണുങ്ങളെല്ലാം എണീറ്റതും ആണുങ്ങൾ കഴിക്കാനായിരുന്നു. ജാൻവിൻ്റെ തൊട്ടടുത്തായിരുന്നത് ജഗനാണ്. അവൾക്ക് ആ സമയം എന്തെന്നല്ലാത്ത ദേഷ്യം തോന്നി അവനോട്. തന്നെ ഞാൻ കാണിച്ചു തരാടോ പോലീസുകാരാ, അവനെ നോക്കി ശബ്ദമടക്കി പറഞ്ഞവൾ. നിന്റെ കാണിക്കാൻ വേറെ ആളെ നോക്കിക്കൂടി. അതേ ടോണിൽ അവൻ തിരിച്ചു പറഞ്ഞതോടെ അവൾ ദേഷ്യത്തോടെ ഒരു വറ്റുപോലും ബാക്കി വയ്ക്കാതെ മുഴുവൻ കഴിച്ചു തീർന്ന വാഴയിലയുമായി എണീറ്റു. ജാനി കഴുകാൻ പോകുന്ന കണ്ടതോടെ അവൾക്ക് പിന്നാലെ മിഥു അങ്ങോട്ടേക്ക് ഓടി. ഏട്ടൻ എന്താ നിന്റെ ചെവി പറഞ്ഞത്? മിഥു അവളെ നോക്കി ചോദിച്ചതും ജാൻവി ആ മുഖത്തേക്കൊന്ന് സൂക്ഷിച്ചു നോക്കി. ആ പറ മുത്തേ, മിഥു അവളെ പിടിച്ച് കൊഞ്ചിച്ചുകൊണ്ട് ചോദിച്ചു. അതൊക്കെ പിന്നെ പറയാം, സമയമാവട്ടെ. എന്തായാലും നിന്റെ ഏട്ടൻ്റെ കണ്ടകശനി തുടങ്ങി മോളെ. ഒരു താളത്തിൽ മിഥുവിനോട് ജാനി പറഞ്ഞു. അതൊക്കെ പോട്ടെ ജാനി, ഏട്ടന് നീയുമായിട്ടുള്ള യഥാർത്ഥ പ്രശ്നം എന്താണ്? ആ, അത് വന്ന വഴി നിന്റെ ഏട്ടൻ്റെ വണ്ടി എൻ്റെ സ്കൂട്ടിയിൽ തട്ടി. ആണോ? എപ്പോ? എന്നിട്ട് നീയൊന്നും പറഞ്ഞില്ലല്ലോ.
നിനക്കെന്തെങ്കിലും പറ്റിയോ? എനിക്കൊന്നും പറ്റിയില്ല. കൈമുട്ട് ചെറുതായിട്ടൊന്ന് ഉരിഞ്ഞിട്ടുണ്ട്. പിന്നെ വണ്ടിയിൽ നിന്ന് വീണതിൻ്റെ ചെറിയൊരു ദേഹവേദന. എടി സോറി. തിരിഞ്ഞു നിന്നുകൊണ്ട് അല്പം വിഷമത്തോടെ മിതു ഇത് പറഞ്ഞതും പെട്ടെന്ന് അവളെ തിരിച്ച് തനിക്ക് അഭിമുഖമായി നിർത്തി ജാൻവി. എന്തിന്? നിന്റെ ഏട്ടനും ഞാനും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് ഞങ്ങളായിട്ട് തീർത്തോളാം. എൻ്റെ പൊന്നു ജാനി, നീ അതങ്ങ് വിട്ടുകളാം. വെറുതെ നിങ്ങൾ രണ്ടാളും ഇതിൻ്റെ പേരിൽ വഴക്കുണ്ടാക്കിയാൽ എനിക്കാകും അത് കൂടുതൽ വിഷമമാകുന്നത്. എടി മോളെ, നീ ഇതൊക്കെ ഒരു തമാശയായി കണ്ടാൽ മതി. മിതുവിൻ്റെ താടിയിൽ പിടിച്ച് കൊഞ്ചിച്ചുകൊണ്ട് ജാൻവി അത് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് ജഗൻ ആഹാരമൊക്കെ കഴിച്ചിട്ട് കൈ കഴുകാൻ വേണ്ടി അവിടേക്ക് വന്നത്. അവൻ വരുന്നത് കണ്ടതും മിതു പതിയെ ജാനി അവിടെ നിന്ന് മാറ്റി. ജാനി അവൻ വരുന്നത് കണ്ടില്ലായിരുന്നു. അപ്പോഴാണ് ജാനി ഓർത്തത് അപ്പൂപ്പനും അമ്മൂമ്മയ്ക്കും ഗിഫ്റ്റ് കൊടുത്തില്ലല്ലോ എന്ന്. അവൾ നേരെ സ്കൂട്ടി ഇരിക്കുന്നിടത്തേക്ക് പോയി. അതിൽ ഒരു കവർ ഹാങ് ചെയ്തിട്ടുണ്ട്. അതുമായി ജാൻവി അവർക്കടുത്തേക്ക് വന്നു. അകത്തളത്തിൽ കൊച്ചുമക്കളോട് ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കളിച്ചിരിയിലിരിക്കുകയാണ് അപ്പൂപ്പനും അമ്മൂമ്മയും. അവൾ ആ കവറിൽ നിന്ന് ഫോട്ടോ ഫ്രെയിമെന്ന് തോന്നിക്കുന്ന തരത്തിൽ ഒരു ഗിഫ്റ്റ് എടുത്തു. എന്നിട്ട് അവരുടെ കയ്യിലേക്ക് കൊടുത്തു. അവർക്കടുത്തായി അവൾ മുട്ടുകുത്തിയിരുന്നു. ഇതെന്താ കുട്ടി? ഇതോ, പിറന്നാളുകാരിക്ക് എൻ്റെ വകയൊരു കുട്ടി സമ്മാനം. തുറന്നു നോക്ക്. സമ്മാനമാണെന്ന് കേട്ടതോടെ ആവശ്യത്തോടെ പത്മജി ആ കവർ തുറന്നു. പത്മജിയും സേതുനാഥനും ചേർന്നുള്ള ഒരു മനോഹരമായ ചിത്രം പെൻസിൽ കൊണ്ട് അവൾ വരച്ചതായിരുന്നു. അതായിരുന്നു അവൾ അവർക്ക് സമ്മാനമായി നൽകിയത്. ഇഷ്ടപ്പെട്ടോ? കവർ തുറന്ന് അത് കണ്ടിട്ട് അതിൽ നിന്നും കണ്ണെടുക്കാതിരിക്കുന്ന പത്മജിയോടായി ജാനി ചോദിച്ചു. അവരൊന്നും മിണ്ടിയില്ല. പകരം അവർക്ക് തൊട്ടടുത്തിരുന്ന ജാൻവിയെ ഒരു കൈകൊണ്ട് അവരോട് ചേർത്തു പിടിച്ചു. അവളൊരു പൂച്ചക്കുട്ടിയെപ്പോലെ അവരുടെ അടുത്തേക്ക് പതുങ്ങി ചേർന്നിരുന്നു. ജാൻവിയെ സംബന്ധിച്ചിടത്തോളം ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെയുള്ള സ്നേഹപ്രകടനങ്ങൾ നടക്കുന്നത്. അപ്പോഴേക്കും മിതു വന്ന് അമ്മമ്മയുടെ കയ്യിൽ നിന്നും ആ ഫോട്ടോ വാങ്ങി. ആഹാ, നല്ല ഭംഗിയുണ്ടല്ലോ ജാനി. മിതു അത് നോക്കിക്കൊണ്ട് പറഞ്ഞു. അപ്പോഴേക്കും അവിടെയുള്ള ഓരോരുത്തരും മിതുവിൻ്റെ അടുത്തേക്ക് വന്ന് ആ ഫോട്ടോ വാങ്ങി നോക്കി. ജാൻവിനെയും അവളുടെ കഴിവിനെയും എല്ലാവരും പ്രശംസിച്ചു. അപ്പോഴാണ് ഇതെല്ലാം കണ്ടുകൊണ്ട് ദൂരെ നിന്ന ജഗനെ മിതു കാണുന്നത്. അവൾ ആ ഫോട്ടോയുമായി അവനടുത്തേക്ക് ചെന്നു. എങ്ങനെയുണ്ടേട്ടാ? ജാനി വരച്ചതാ? ആ, വലിയ തിരക്കേടില്ല. ജഗൻ്റെ ഭാഗത്തു നിന്നും അങ്ങനൊരു മറുപടി വന്നതും മറ്റാരും അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ പോലും ആ സമയം അവിചാരിതമായി അവനെ നോക്കി ജാൻവി. അവൾക്ക് അവൻ്റെ മറുപടി കൃത്യമായി കേൾക്കുകയും ചെയ്തു. അവൾ അവനെ നോക്കി മുഖം കോട്ടി. മിതു, ഞാൻ ഇറങ്ങട്ടെ? ജാൻവി അത് ചോദിച്ചതും കാര്യം മനസ്സിലാകാത്തതുപോലെ അവളെ നോക്കി മുഖം ചൊളിച്ചു മിതു. നീ എവിടെ പോകാൻ? ഈ സമയം വീട്ടിലുള്ള എല്ലാവരും അവൾ നൽകിയ സമ്മാനം കണ്ട് ആ ചിത്രം ആസ്വദിക്കുന്ന തിരക്കിലായിരുന്നു. നീ ഇങ്ങ് വന്നേ. മിതു വന്നിട്ട് അവളുടെ കൈ പിടിച്ചു. മിതു ജാനുവിനെ നേരെ കൊണ്ടുപോയത് കോവിലകത്തിനടുത്തുള്ള കുളപ്പടവിലേക്കാണ്. വാ, ഇവിടെ ഇരിക്ക്. പടവുകളിൽ ഒന്നിൽ കൈതട്ടിക്കൊണ്ട് മിതു ജാനിയെ വലിച്ച് അവിടേക്ക് ഇരുത്തി. ഭംഗിയുള്ള വയലറ്റ് ആമ്പലുകൾ തിങ്ങി നിറഞ്ഞ ആ കുളത്തിലേക്ക് കണ്ണെടുക്കാതെ നോക്കുകയാണ് ജാനി. അവളുടെ കണ്ണുകൾ 4 പാട് സഞ്ചരിച്ചു. വള്ളി പടർന്ന് കുളത്തിന് തണൽ വിരിച്ചു നിൽക്കുന്ന വലിയ ഒരു വടവൃക്ഷവും അതിലങ്ങിങ്ങായി കാണുന്ന കിളിക്കൂടും. അകലെ എവിടെയോ നിന്നു കാറ്റിനൊപ്പം മൂക്കിത്തുമ്പിലേക്ക് ഒഴുകിയെത്തുന്ന പിച്ചകത്തിൻ്റെ മണം. ഒരു നിമിഷം കണ്ണുകൾ ഇറുക്കിയടിച്ച് ആ ഗന്ധം മുഴുവനായി ഉള്ളിലേക്ക് ആവാഹിച്ച് ജാനി. എന്തു ഭംഗിയാ മിതു ഇവിടെയൊക്കെ കാണാൻ. നീ എത്ര ഭാഗ്യവതിയാണ്. ഇതുപോലൊരു തറവാട്ടിൽ ജനിക്കാൻ കഴിഞ്ഞത് തന്നെയാണ് നിന്റെ ഏറ്റവും വലിയ പുണ്യം. ഇത്രയും സ്നേഹമുള്ള മനുഷ്യരും അതിനേക്കാൾ ഉപരി പോസിറ്റീവ് എനർജി തരുന്ന ചുറ്റുപാടും. ശരിക്കും ഇപ്പോഴാണ് എനിക്ക് നിന്നോട് അസൂയ തോന്നുന്നത്. ഹൗ ലക്കി യു ആർ. ഇതൊക്കെ ഇവിടെ ഉള്ളതുകൊണ്ടല്ലേ ഞാൻ നിന്നോട് ഇടയ്ക്കിടയ്ക്ക് ഇവിടേക്ക് വരുന്നോ എന്ന് ചോദിക്കുന്നത്. മിതു അത് പറഞ്ഞപ്പോൾ ഒന്ന് മൂളിക്കൊണ്ട് ജാൻവി ഇരുന്നിടത്ത് നിന്ന് എണീറ്റു. കുറച്ചുകൂടി പടവുകൾ താഴേക്കിറങ്ങി പാതി വെള്ളത്തിൽ മുങ്ങി നിൽക്കുന്ന പടവിലേക്ക് ഇരുന്നു കൊണ്ട് കാല് വെള്ളത്തിലേക്കിട്ടു. നല്ല തണുപ്പ്. ജാനി മെല്ലെ പറഞ്ഞു. നീ എന്താ ഇന്ന് എന്നെ പോകുമെന്ന് പറഞ്ഞത്? 2 ദിവസം ഇവിടെ നിൽക്കാൻ വരാമെന്ന് നീ എനിക്ക് വാക്കുതന്നല്ലേ? അത് കൊള്ളാം. എനിക്ക് ഹോസ്റ്റലിൽ പോകണ്ടേ? അതിന്
ഇനി വരുന്ന 2 ദിവസം കോളേജ് അവധിയല്ലേ, പിന്നെന്തിനാ നീ ഇത്ര ധൃതി വെച്ച് പോകുന്നേ? അതൊക്കെയുണ്ട്. ചിലപ്പോൾ ഞാൻ വീട്ടിലേക്ക് പോകും. ആ, ബെസ്റ്റ്. നീയോ? നമ്മുടെ ബിസിനസ്സുകാരനുമായിട്ടുള്ള ആലോചനയുടെ പേരും പറഞ്ഞ് വീട്ടിൽ കയറാതെ നടക്കുന്ന നീയാണോ ഇനി വീട്ടിലേക്ക് പോകുമെന്ന് പറയുന്നത്? വിശ്വസിക്കാൻ പറ്റുന്ന കള്ളം വലുതും പറയുമോളെ. പെട്ടെന്ന് മിഥുവിൻ്റെ വായിൽ നിന്നത് കേട്ടതും ജാനി വല്ലാതായി. നിനക്കറിയാവുന്നതല്ലേ, എനിക്കിപ്പോൾ ഒരു വിവാഹം കഴിക്കാൻ പോയിട്ട് വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയില്ല. എനിക്ക് കുറേയേറെ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. കുറേ യാത്രകൾ പോകണം, കുറേ മനുഷ്യരെ കാണണം. അങ്ങനെ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം. അതിൻ്റെ ഇടയ്ക്കാണ് വിവാഹം. അത് പറയുമ്പോൾ ജാൻവിയുടെ കണ്ണിൽ ഒരു നീർത്തിളക്കം മിഥു കണ്ടു. അവളുടെ അതിരം വിറകൊള്ളുന്നുണ്ട്. താൻ കൂടുതൽ എന്തെങ്കിലും ചോദിച്ചാൽ അവൾ കരഞ്ഞു പോകുമോ എന്ന ചിന്ത വന്നതും അവൾ വിഷയം മാറ്റി. അതൊക്കെ പോട്ടെ, മാനസേൻ്റെയും ജയനങ്ങളും എന്തു പറയുന്നു? ഓ, അവരുടെ കാര്യം പറയാത്താ നല്ലത്. അവർക്ക് മുഴുവൻ സമയം ട്രിപ്പ് പോകണം, ആ ഒരു വിചാരം മാത്രമേ ഉള്ളൂ. ഞാൻ എന്നൊരാൾ ഉണ്ടെന്നുള്ള ചിന്ത പോലും അവർക്കില്ലെന്നാ എനിക്ക് തോന്നി. ഞാനിപ്പോൾ വീട്ടിലേക്ക് പോയിട്ട് തന്നെ 2 മാസം ആവുന്നു. ജസ്റ്റ് ഒന്ന് വിളിച്ചു പോലും മകളുടെ വിശേഷം ചോദിക്കില്ല. അമ്മ എന്നോട് പറഞ്ഞിരിക്കുന്നത് വൈഫുമായിട്ടുള്ള വിവാഹത്തിന് താല്പര്യമുണ്ടെങ്കിൽ മാത്രം വീട്ടിലേക്ക് ഇനി വന്നാൽ മതിയെന്നാണ്. അതെല്ലാം പറയുമ്പോൾ ജാനിയുടെ മുഖം നിർവികാരമായിരുന്നു. നീ വൈഫുവിനോട് സംസാരിച്ചോ? മിഥു ജാൻവിയോടെ ചോദിച്ചു. ഇല്ല, ഞാനെന്തിനാ അയാളോട് സംസാരിക്കണം? ശോ, ഇനി എന്തു ചെയ്യും? അയാളുടെ സ്റ്റാൻഡ് എന്താണെന്ന് കൃത്യമായി അറിയുമായിരുന്നെങ്കിൽ മുന്നോട്ട് എന്തെങ്കിലും ഡിസിഷൻ എടുക്കാമായിരുന്നല്ലേ? എനിക്കൊന്നും അറിയില്ല. സത്യം പറഞ്ഞാൽ ക്ലാസ് എത്രയും പെട്ടെന്ന് കഴിഞ്ഞിട്ട് കുറച്ച് നാളെങ്കിലും എങ്ങോട്ടേക്കെങ്കിലും മാറി നിൽക്കണം. അത് മാത്രം അമിതു എൻ്റെ ആഗ്രഹം. മടുത്തു എനിക്ക്. എല്ലാവരും ഉണ്ടായിട്ടും ആരുമില്ലാത്ത പോലെ, ഒരനാഥയെ പോലെ. പെട്ടെന്ന് ജാനി അത് പറഞ്ഞതും മിഥു അവളുടെ വായ പൊത്തി. അഹങ്കാരം പറയുന്നു നീ? അപ്പോൾ പിന്നെ ഞാൻ നിൻ്റെ ആരാ? ഈ വീട്ടിലുള്ളവരൊക്കെ നിൻ്റെ ആരാ? വെറുതെ ഒരു അനാവശ്യ വർത്താനം പറയരുത് നീ, കേട്ടല്ലോ? ജാനിയുടെ അമ്മ മാനസിയും അച്ഛൻ ജയകുമാറും കുടുംബപരമായി ബിസിനസ് ചെയ്യുന്നവരാണ്. ഇരുവരും പ്രണയിച്ച് വിവാഹം കഴിച്ചവരായിരുന്നു. എന്നും എപ്പോഴും പ്രണയിച്ച് നടക്കണമെന്ന് മാത്രം ആഗ്രഹിച്ചിരുന്നവർക്കിടയിലേക്ക് മധുവിധുനാളിൽ എപ്പോഴോ വിളിക്കാതെ കടന്നെത്തിയ ഒരതിഥിയായിരുന്നു ജാൻവി. അന്ന് ജാൻവിയെ ആഘോഷം ചെയ്യാൻ അവളുടെ അമ്മയും അച്ഛനും ആവുന്നത്ര ശ്രമിച്ചു. എങ്കിലും വീട്ടിലെ തലമൂത്ത സ്ത്രീകളാരും അതിന് സമ്മതിച്ചില്ല എന്നതാണ് യാഥാർത്ഥ്യം. ജനിക്കും മുൻപേ അച്ഛൻ്റെയും അമ്മയുടെയും വെറുപ്പും പേറി അവൾ അവരുടെ ഉദരത്തിൽ ജീവിച്ചു. അവളെ പ്രസവിച്ച ശേഷം മുലയൂട്ടാൻ പോലും മാനസിക്ക് മടിയായിരുന്നു. മാനസിയുടെ സ്വഭാവം അറിയാവുന്നതുകൊണ്ട് പിന്നീട് ആരും മാനസിയെ അതിന് നിർബന്ധിച്ചില്ല. അവർക്ക് മനസ്സിലൊരു കാര്യം കരുതിയാൽ അതുപോലെ തന്നെ നടക്കണം. അല്ലാത്ത പക്ഷം വല്ലാത്തൊരു തരം ദേഷ്യമാണ്. മാനസിയുടെയും ജയൻ്റെയും അമ്മമാർ ചേർന്നാണ് ജാനിയെ വളർത്തിയത്. അവരുടെയൊക്കെ മരണത്തോടെ ജാനി അവളുടെ ജീവിതത്തിൽ തീർത്തു ഒറ്റയ്ക്കായി. സമ്പത്തിൻ്റെ നടുവിൽ പിറന്നവൾ സ്നേഹം കൊണ്ട് ദരിദ്രയായിപ്പോയി. അതേസമയം തൻ്റെ റൂമിൽ ജനലിലൂടെ പുറത്തേക്ക് നോക്കിക്കൊണ്ട് ഫോൺ ചെയ്യുകയായിരുന്നു ജഗൻ. അവൻ്റെ ജാലകവാതിലിനിടയിലൂടെയുള്ള കുളവും കുളപ്പടവും ഒരു കാഴ്ച തന്നെയാണ്. അതിനാൽ തന്നെ ഒരു വേള അവൻ്റെ മിഴികൾ ചുരുങ്ങി. പടിക്കെട്ടിലിരുന്ന് എന്തൊക്കെയോ കാര്യം പറയുന്ന മിഥുവിനെയും ജാൻവിനെയും അവൻ കണ്ടു. അവർ ഇരുവരും പരസ്പരം സംസാരിക്കുന്നതും മിഥു ജാൻവിയുടെ മുഖം തുടയ്ക്കുന്നതുമൊക്കെയാണ് ജഗൻ കണ്ടത്. അതൊക്കെ അവരുടെ പേഴ്സണൽ കാര്യങ്ങളല്ലേ എന്ന് കരുതി പിന്നീട് അവൻ അധികം നേരം അവിടെ നിന്നില്ല. നേരെ ബാൽക്കണിയിലേക്ക് നടന്നു. കുറച്ചേറെ സമയം കുളപ്പടവിലിരുന്ന് ജാൻവിയെ കൊണ്ട് 2 ദിവസത്തിന് ശേഷമേ പോകൂ എന്നൊക്കെ സത്യം ചെയ്യിച്ചിട്ടാണ് മിഥു അവളെ അവിടെ നിന്ന് എണീക്കാൻ പോലും സമ്മതിച്ചത്. അവർ രണ്ടുപേരും കോവിലകത്തിനടുത്തേക്ക് വരുമ്പോൾ എല്ലാവരും പായസം കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. നിങ്ങൾ രണ്ടാളും എവിടെയായിരുന്നു? ഇവിടെയൊക്കെ കുറേ നോക്കിയിട്ട് കണ്ടില്ലല്ലോ. ഞങ്ങൾ കുളപ്പടവിൽ ഇരിക്കുമായിരുന്നു. ഇവളെ കുളവും കാവും ഒക്കെ കണ്ടിട്ടേയില്ല. ഒന്ന് കാണിച്ചു കൊടുക്കാൻ കൊണ്ടുപോയതാ. എന്നിട്ട് കണ്ടോ കുട്ടിയെ? കണ്ടു. ഹേമയുടെ ചോദ്യത്തിന് ഒരു പുഞ്ചിരിയോടെ ജാൻവി മറുപടി പറഞ്ഞു. എന്നിട്ട് ഇഷ്ടായോ ഞങ്ങളുടെ വീടും കാവും കുളവും ഞങ്ങളെയും ഒക്കെ? ഒരുപാട് ഇഷ്ടായി.
ശരിക്കും മനസ്സ് നിറഞ്ഞ് തന്നെയാണ് ജാൻവി മറുപടി പറഞ്ഞത്. അത് കേട്ട് നിന്നവർക്കും മനസ്സിലാകുന്ന രീതിയിലായിരുന്നു അവളുടെ സംസാരം. അപ്പോഴേക്കും തന്നെ ഹേമ 2 ഗ്ലാസ്സിൽ പായസം പകർന്ന് ഒന്ന് മിഥുവിൻ്റെ കയ്യിലേക്കും മറ്റൊന്ന് ജാനിയുടെ കയ്യിലേക്കും കൊടുത്തു. വാടി, നമുക്ക് നടുമുറ്റത്തെ മുല്ലച്ചെടിയുടെ അടുത്തിരിക്കാം. മിഥു അത് പറഞ്ഞപ്പോൾ ജാൻവിക്ക് ആവേശമേറി. കാരണം മിഥുവിൻ്റെ കഥകളിൽ അവൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ് നടുമുറ്റവും അതിന് നടുവിലെ ഇല തിങ്ങി നിൽക്കുന്ന തുളസിച്ചെടിയും ഒരു കോണിൽ വള്ളി വീശി പടർന്നു പന്തലിച്ചു നിൽക്കുന്ന മുല്ലച്ചെടിയും. ആ കാഴ്ചകളെയെല്ലാം മനസ്സിൽ പതിപ്പിച്ചുകൊണ്ട് ജാൻവി പായസം കുടിച്ചു. ജാനി, ഇന്ന് വൈകുന്നേരം നമുക്കെല്ലാവർക്കും ഒരുമിച്ച് കുടുംബക്ഷേത്രത്തിൽ പോകണം. അമ്മമ്മയുടെ പിറന്നാളിന് ഇതെല്ലാം പതിവുള്ളതാ. എപ്പോഴാ പോണേ? ഇന്ന് വൈകുന്നേരം. അല്പനേരം ജാനി ആലോചനയോടെയിരുന്നു. പക്ഷേ മിഥു, ഒരു പ്രശ്നമുണ്ട്. ഞാൻ വേറെ ഡ്രസ്സൊന്നും കൊണ്ടുവന്നില്ല. അതാണോ ഇത്ര വലിയ കാര്യം? എൻ്റെ കയ്യിൽ ആവശ്യത്തിലധികം ഡ്രസ്സുണ്ട്. നീ ഇഷ്ടമുള്ളതെടുത്തോ. മിഥുവിനും ജാനിക്കും ഏകദേശം ഒരേ ശരീരപ്രകൃതമാണ്. രണ്ടുപേരും അല്പം നീണ്ടു മെലിഞ്ഞവരാണ്. പിന്നെ മിഥുവിനേക്കാൾ ഒരു പൊടിക്ക് നിറം കൂടുതൽ ജാനിക്കുണ്ട്. പക്ഷെ ജാനിയേക്കാൾ മുടി മിഥുവിനും. അവൾക്ക് നല്ല കറുപ്പുള്ള നീളൻ മുടിയിഴകളാണ്. പക്ഷെ ജാനിക്ക് കൈമുട്ടോളം വരുന്ന വേവിയായിട്ടുള്ള ചെമ്പൻ മുടിയാണ്. ഇരുവരും വർത്താനമൊക്കെ പറഞ്ഞ് ഏറെ നേരം നടുമുറ്റത്ത് തന്നെയിരുന്നു. അപ്പോഴാണ് പാർവതി അങ്ങോട്ടേക്ക് വന്നത്. കുട്ടി, വന്നിട്ട് അധികമൊന്നും സംസാരിക്കാൻ പറ്റിയില്ല. ഇഷ്ടമായി ഇവിടെയൊക്കെ? ഒരുപാട് ഇഷ്ടമായി ആൻറ്റി. ജാനിയുടെ നാവിൽ നിന്നും ആ മറുപടി കേട്ടതും പാർവതി അവളുടെ കവളിൽ അരുമയായി ഒന്ന് തലോടിക്കൊണ്ട് മുകളിലെ അവരുടെ മുറിയിലേക്ക് നടക്കാൻ തുടങ്ങി. പെട്ടെന്നെന്തോ ഓർമ്മ വന്നപോലെ അവർക്കടുത്തേക്ക് വീണ്ടും വന്നു. രണ്ടുപേരും വേഗം ചെന്ന് കുളിച്ചു വേഷം മാറി വരൂ. നമുക്കിന്ന് അമ്പലത്തിൽ പോകാനുള്ളതാ. അമ്മമ്മയുടെ പിറന്നാളായതുകൊണ്ട് ചുറ്റുവിളക്കൊക്കെ ഉള്ളതാ. അതുകൊണ്ട് തന്നെ അല്പം നേരത്തെ പോകണം. ശരിയമ്മേ, ഞങ്ങൾ റെഡിയായിക്കോളാം. അമ്മയൊന്ന് സമാധാനപ്പെട്. പാർവതിക്കുള്ള മറുപടി കൊടുത്തത് മിഥുവായിരുന്നു. എങ്കിൽ നമുക്ക് വേഗം മുകളിലേക്ക് പോകാം. ആൻറ്റി പറഞ്ഞതല്ലേ? ഒരു വലിയ നാലുകെട്ടാണ് മാണിക്യമംഗലം കോവിലകം. താഴെയും മുകളിലുമായി ഒരുപാടധികം മുറികളുണ്ട്. തടി കൊണ്ടുണ്ടാക്കിയ കൈവരികളും തടികോവണിയും അറയും നിരയും ഒക്കെയുള്ള മുറികൾ. അതിനേക്കാൾ ഏറെ ജാനി ആകർഷിച്ചത് അവിടുത്തെ ബാൽക്കണിയാണ്. 2 റൂമുകൾക്ക് ഒരു ബാൽക്കണി എന്ന രീതിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു നീളൻ വലിയ ബാൽക്കണി. തറവാടിനോട് ചേർന്ന് നിൽക്കുന്ന മഞ്ഞ വാകയുടെ ഏറ്റവും വലിയ കൊമ്പൊരെണ്ണം ബാൽക്കണിയുടെ കോണിലേക്ക് ചാഞ്ഞു കിടക്കുന്നു. അതിൽ നിന്നും മഞ്ഞ വാഗമരപ്പൂക്കൾ നിലത്തും കൈവരിയിലുമായി കൊഴിഞ്ഞു വീണ് കിടക്കുന്നു. കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചകളിൽ നിന്നും കണ്ണെടുക്കാതെ നിൽക്കുവാണ് ജാനി. നീ എന്താ ജാനി നോക്കി നിൽക്കുന്നേ? ശരിക്കും ഇവിടെ ഒരു സ്വർഗമാണ്. നീ എത്ര ഭാഗ്യവതിയാണ് മിഥു. ഇപ്പോൾ ശരിക്കും എനിക്ക് നിന്നോട് അസൂയ തോന്നുന്നു. ജാനിയത് പറയുമ്പോൾ മിഥു അവളെ വെറുതെ നോക്കി പുഞ്ചിരിച്ചു. കാരണം മിഥുവിനേക്കാൾ ആർക്കും നന്നായി അറിയില്ല ജാനി അവളുടെ സ്വന്തം വീട്ടിൽ അനുഭവിക്കുന്ന അനാഥത്വം. അതെ, ഇതൊക്കെ നോക്കി നിൽക്കാൻ നമുക്കിനിയും ഒരുപാട് സമയമുണ്ട്. നീ വാ, നമുക്ക് പോയി റെഡിയാവാം. പറഞ്ഞപ്പോൾ അവൾക്ക് പിന്നാലെ ജാനി പോകാൻ തുടങ്ങിയപ്പോഴാണ് അപ്പുറത്തെ റൂമിൽ നിന്നും ബാൽക്കണിയിലേക്ക് ജഗൻ ഇറങ്ങി വന്നത്. അമ്പലത്തിൽ പോകാനുള്ള വേഷത്തിലാണവൻ പുറത്തേക്ക് ഇറങ്ങിയത്. ഒരു വേള ഷർട്ടും മുണ്ടും ധരിച്ചു നിൽക്കുന്ന ജഗനെ ജാനി ഒന്ന് നോക്കി. അവൻ അവളുടെ ആ നോട്ടം മൈൻഡ് ചെയ്യാതെ താഴേക്കും നടന്നു. ജാനി നേരെ മിഥുവിൻ്റെ മുറിയിലേക്ക് നടന്നു. നീ ഇവിടെ ഇരിക്കെ, ഞാൻ ആദ്യം കുളിച്ചിട്ട് വരാം. ശരി മിഥു. ജാനി അവിടെ കിടന്ന കസേരയിലിരുന്നു. തൻ്റെ ഫോൺ നോക്കിക്കൊണ്ടവൾ 10-15 മിനിറ്റ് ഇരുന്നു. അപ്പോഴേക്കും മിഥു കുളിച്ചിറങ്ങി. അവൾക്ക് പിന്നാലെ ജാനിയും കുളിക്കാൻ കയറി. ജാനി കുളിച്ചിറങ്ങി വരുമ്പോഴേക്കും സാരി ഉടുക്കുകയാണ് മിഥു. ജാനിക്കായി ഒരു സെറ്റ് മുണ്ടും കട്ടിലെടുത്ത് വെച്ചിട്ടുണ്ടവൾ. ജാനി, ഇതിഷ്ടായി നോക്ക്. ഞാൻ ഇടാത്തതായിട്ട് ഇത് മാത്രമേ ഉള്ളൂ. ഇത് കഴിഞ്ഞ വിഷുവിന് എൻ്റെ ഏട്ടൻ വാങ്ങി തന്നതാ. അയ്യോ, പുതിയതൊന്നും വേണ്ട മിഥു, എനിക്ക് പഴയതൊരെണ്ണം മതി. അയ്യടാ, അങ്ങനെയിപ്പോൾ നീ അത്ര ത്യാഗിയൊന്നും ആവണ്ട. ഇത് നിനക്കിഷ്ടായെന്ന് മാത്രം പറഞ്ഞാൽ മതി. ഗോൾഡൻ കസവിനറ്റത്ത് ഗ്രീൻ കളർ ഔട്ട്ലൈൻ കൊടുത്ത് ഒരു മനോഹരമായ ടിഷ്യൂ സെറ്റുമുണ്ട്. ഞാനിതിനു വേണ്ടി ബ്ലൗസൊക്കെ സ്റ്റിച്ച് ചെയ്തു. പക്ഷേ ഇതിടാൻ ഒരു സാഹചര്യം കിട്ടിയില്ല. ഇന്നെന്തായാലും നീ തന്നെ ഇതിടണം. അത് വേണോ മിഥു? അത് വേണം. നീ ഇങ്ങോട്ട് നീങ്ങി നിൽക്ക്.
ജാനുവിനെ വളരെ ഭംഗിയായി മിഥു സെറ്റുമുണ്ട് ഉടുപ്പിച്ചു. ജാനുവിന് ഇതൊക്കെ ആദ്യത്തെ അനുഭവമാണ്. എപ്പോഴും ജീൻസും ടോപ്പുമാണ് അവളുടെ വേഷം. വല്ലപ്പോഴും മാത്രം സൽവാർ ധരിക്കും. അവളുടെ അമ്മ മാനസിക്ക് അവൾ എപ്പോഴും മോഡേൺ രീതിയിൽ ഡ്രസ്സ് ധരിക്കുന്നതാണ് ഇഷ്ടം.